page, acting it out. Unless I act it out, I am not satisfied. ഇന്ന് ഉള്ള അനുഭവത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ ടിവിയിലും പത്രത്തിലും ഒക്കെ കാണുന്ന ഓരോ ന്യൂസ്. അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ മുഖത്ത് ഒരു ഭാവവ്യത്യാസം പോലും ഇല്ലാതെ പോകുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ അവരല്ലാതെ മാറിയത് കൊണ്ടാണ്. തലയ്ക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചു. എങ്ങനെ? Addiction leads to escalation. Escalation leads to desensitization. And desensitization leads to acting it out. അത് ശരിയോ തെറ്റോ എന്നുള്ള വിശകലനം ചെയ്യുവാൻ പോലും സമയം അനുവദിക്കാതെ ഈ പദമണ്ണ് നമ്മളെ കാടോട്ട് തന്നെ കൊണ്ടുവന്ന അനുഭവം. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള സന്തോഷങ്ങൾ എപ്രകാരം ആയിരിക്കണം? ശലോമോൻ പറയുന്നു, എല്ലാം ഞാൻ അനുഭവിച്ചു, എല്ലാം മായ എന്ന് മനസ്സിലാക്കി, തെറ്റ് എന്ന് മനസ്സിലാക്കി. ഇനി ഒരിക്കലും എനിക്ക് ആ പ്രായത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് സാധ്യമല്ല. പക്ഷെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് പാഠമായിരിക്കുവാൻ വേണ്ടി ശലോമോൻ ഈ ഒരു ഭാഗം എഴുതുന്നു. അതിന്റെ എങ്ങനെ തിരുത്താം എന്നുള്ളതിന് പറയുവാനായിട്ട് സമയമില്ല. കാരണം മൂന്നാമത് ഒരു സംഗതിയോട് പറയാതെ എനിക്ക് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് സാധ്യമല്ല. മൂന്നാമതായിട്ട് ആദ്യം ഞാൻ പറഞ്ഞത് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. അതിനോട് ചേർന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ചൂസ് യുവർ ബൈനോക്കുലേഴ്സ്. ബൈനോക്കുലേഴ്സ് എന്തിനു വേണ്ടിയുള്ളതാ? കേൾക്കാൻ വേണ്ടിയാണുള്ളതോ? കാഴ്ച അല്ലേ? അപ്പൊ നിങ്ങളുടെ ബൈനോക്കുലേഴ്സ് ശരിയാണോ അല്ലയോ എന്നുള്ളത് ചിന്തിക്കുക. രണ്ട്, ബിവെയർ ക്വിക്ക് സാൻഡ്. രണ്ടാമത്തെ ബി, ബിവെയർ ക്വിക്ക് സാൻഡ്. മൂന്നാമത്തെ ഒരു ബി യുടെ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ബേണിംഗ് ദ ബ്രിഡ്ജസ്. ബേണിംഗ് ദ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്നാ? ഇതൊരു ഇംഗ്ലീഷിലെ ഫ്രേസാ. എങ്ങനെയുണ്ടായതാ? റോമ സാമ്രാജ്യം, ആ രാജാവ് പല സ്ഥലങ്ങൾ അടക്കി പിടിക്കുവാനായിട്ട് തന്റെ പട്ടാളത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എന്നാ ചെയ്തതെന്ന് അറിയാമോ? ഓരോ യുദ്ധം കഴിയുമ്പോൾ തന്റെ പട്ടാളക്കാർ പേടിച്ച് തിരിച്ചോടാതിരിക്കാൻ വേണ്ടി പുറകെയുള്ള ബ്രിഡ്ജസ് കത്തി നശിപ്പിച്ചു. അപ്പോൾ മുൻപോട്ട് പോയ ഈ പടയാളിക്ക് തിരിച്ചോട്ട് പോകുവാനുള്ള ഒരു വഴിയും ഇല്ല. ഇപ്പൊ ഇവിടെ എന്തെന്നാ കൊച്ചമ്മ പറഞ്ഞു, ഞങ്ങൾ ഏത് യുദ്ധത്തിനാ പോകുന്നേ? ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ജീവിതത്തിന്റെ ചില തീരുമാനങ്ങൾ ഇതുപോലെയുള്ള അനുഭവങ്ങളാണ്. തിരിഞ്ഞു പോകുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് മുൻപോട്ടെടുക്കുന്ന കാല് വെക്കുന്നതിന് മുൻപ് തീരുമാനിക്കണം, ഞാൻ ശരിയായ തീരുമാനമാണോ തെറ്റ്. അത് എങ്ങനെ? ഈ പ്രായത്തിന്റെ ഒരു ആ ഘട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ തീരുമാനിക്കുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന് കരിയർ അല്ലേ? 10ാം ക്ലാസ് 12 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ചിന്തിക്കും, ഞാൻ ഏത് ജോലിക്ക് പോകണം. ആ ജോലിക്ക് പോകുന്ന അനുസരിച്ചാണ് പഠനവും കോളേജും ഒക്കെ തീരുമാനിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ എന്താണ്, എനിക്കറിയത്തില്ല, എന്തിനു വേണ്ടി ഈ കോഴ്സിന് പോയി, എന്റെ പപ്പായും മമ്മിയും എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ആ കോഴ്സിന് പോയി. ചിലത് ഞങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം അതിന് അഡ്മിഷൻ എടുത്തുകൊണ്ട് അതിന് പോകുന്നവരുണ്ട്. വേറെ ചിലരുണ്ട്, ഒരു പെൺകുട്ടി കഴിഞ്ഞിടെ പറഞ്ഞു, എനിക്ക് നഴ്സിംഗ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, പിന്നെ എന്തിനാ പോയെന്ന് ചോദിച്ചാൽ എന്റെ ചേച്ചി ഞങ്ങളുടെ കൊച്ചു ഗ്രാമപ്രദേശത്തുനിന്ന് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോയി. അവധിക്ക് ചേച്ചി നാട്ടിൽ തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന സ്വീകരണം, ആ സ്വീകരണമായിരുന്നു എനിക്ക് പ്രേരണ എന്തിനു പോകുവാനായിട്ട്, നഴ്സിംഗ്. 4 വർഷം BSc നഴ്സിംഗ് പഠിച്ചു. അത് കഴിഞ്ഞ് വേറെ ഏതോ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. നഴ്സിംഗ് തനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി MBAക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. പറയുവാനായിട്ട് ഈ പ്രായത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിക്കണം. കാരണം ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന 5 വർഷത്തെ ഇടയിൽ നിങ്ങൾ നേടിയെടുക്കുന്ന ഡിഗ്രി അനുസരിച്ചായിരിക്കും മുൻപോട്ടുള്ള നിങ്ങളുടെ ജീവിതം, ഭാവി തീരുമാനിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ഒക്കെ മാതാപിതാക്കൾ ഒരുപക്ഷെങ്കിൽ ഇഷ്ടമുണ്ടായിട്ട് പോയ ഒരു ജോലിക്കല്ല അവർ പോയി നിന്നത്. എങ്കിലും അവർ ഇഷ്ടമുണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും ഒരായുസ് മുഴുവൻ നഴ്സിംഗ് പണിയാണെങ്കിലും ക്ലറിക്കൽ പണിയാണെങ്കിലും അക്കൗണ്ടൻസി പണിയാണെങ്കിലും ചെയ്തു. കാരണം അവർക്ക് വേറെ മാർഗമില്ലായിരുന്നു. വീട്ടില് വളരെയധികം ബാധ്യതകൾ ഉണ്ടായിരുന്നു. പെങ്ങന്മാരെ കെട്ടിക്കാനുണ്ടായിരുന്നു, വീട്ടിൽ പണം അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു, പലരെയും പോറ്റാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും 60 വയസ്സ് വരെ ആ ജോലിയിൽ തന്നെ നിന്ന മാതാപിതാക്കൾ. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു ഉത്തരവാദിത്വവും ദൈവകൃപയാൽ നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരു ജോലി എന്ത് എന്നുള്ളത് തീരുമാനിക്കുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടാകുന്നു. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏത് ജോലി വഴി തിരഞ്ഞെടുക്കണമെന്നുള്ളത് ആലോചിച്ച്, ഇതിനോടൊപ്പം ചേർന്ന് തന്നെ ഈ പ്രായത്തിലാണല്ലോ മനസ്സിൽ തിലകന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടല്ലോ,
നെസ്ലയുടെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടോ? മനസ്സിൽ ലഡ്ഡു പൊട്ടുന്ന ഒരു കാലം, അല്ലേ? ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ മനസ്സിൽ ലഡ്ഡു പൊട്ടുന്ന ഒരു കാലം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. ഈ പെൺകുട്ടി തന്നെ അല്ലെങ്കിൽ ഈ ആൺകുട്ടി തന്നെ എന്റെ ജീവിത പങ്കാളിയാകും. എന്നാൽ ആലോചിക്കാതെ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് നയിക്കപ്പെടുന്നു. കുടുംബജീവിതം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ദൈവം കുടുംബജീവിതത്തെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം കുടുംബജീവിതം സ്ഥാപിച്ചെടുത്തപ്പോൾ ആദാം കത്തയച്ച് ഈവിനെ വരുത്തിയതല്ല. ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം തക്കതായ ഒരു തുണയെ ആദാമിന് കൊടുത്തു, ഇണയെ കൊടുത്തു. അങ്ങനെയാണ് അവര് ഇരുവരും ഇണയും തുണയുമായിട്ടിരുന്നത്. ദൈവത്തിന്റെ കോൺസെപ്റ്റിൽ ഒരു കുടുംബജീവിതം, ഒരു വിവാഹം എന്ന് പറയുന്നത് ടു ബി എ കമ്പാനിയൻ. ഒരു മനുഷ്യൻ പൂർണ്ണമാകുവാൻ വേണ്ടിയായിരുന്നു കമ്പാനിയൻ. ടു കംപ്ലീറ്റ്, നോട്ട് ടു കംപ്ലീറ്റ്. ഇന്ന് ചെറുപ്പക്കാര്, യുവ കുടുംബങ്ങൾ തമ്മിൽ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ കോമ്പറ്റീഷനിലേക്ക് നയിക്കപ്പെടുന്നു. God brought both of them to complete, not to be competing. God brought both of them as a covenant, not a contract. ഒരു കൂടാശയായി ദൈവം ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുവാൻ കുടുംബജീവിതത്തിൽ കൂടെ ആഗ്രഹിച്ചു. ഒരു കോൺട്രാക്ട് ആയിട്ട് അത് ലോകം മാറ്റിയെടുത്തു. മൂന്നാമതായിട്ട് അവിടെ ക്രൂശീകരിക്കപ്പെട്ട കർത്താവിന്റെ സ്നേഹം. അതെന്താണ്? ഇൻസ്പൈറ്റ് ഓഫ്. ഒരുപക്ഷെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എന്റെ ആളിനുള്ള സൗന്ദര്യം 5 വർഷം കഴിഞ്ഞപ്പോൾ ഇല്ല എങ്കിൽ പോലും ആ ആളിനെ സ്നേഹിക്കുവാനുള്ള ഒരു സ്നേഹമാണ് ദൈവം കുടുംബജീവിതത്തിൽ കൂടെ നൽകിയത്. എന്നാൽ ഇന്ന് പല ചെറുപ്പക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നത് എന്താണ്? അവിടെ മുടി നല്ല രസമായിരുന്നു, അദ്ദേഹത്തിന്റെ മുടി നല്ല ചുരുണ്ട മുടിയായിരുന്നു. 5 വർഷം കഴിഞ്ഞ് കഷണ്ടിയായപ്പോഴത്തേക്ക് ചുരുണ്ട മുടിയിൽ കൂടെ തന്നെ സ്നേഹവും പോയി. കുടുംബജീവിതത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള മാനുവൽ ദൈവവചനത്തിൽ ദൈവം നമുക്ക് തന്നു. ആ മാനുവൽ അനുസരിച്ച് കുടുംബജീവിതം നയിപ്പാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ ഈ തീരുമാനം ശരിയായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതോട് ചേർന്ന് 2 കാര്യങ്ങളോട് പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ദ റൈറ്റ് വ്യൂ ഓഫ് മാരേജ്. 2, ഫൈൻഡിങ് ദ റൈറ്റ് പേഴ്സൺ, റൈറ്റ് റീസൺ ടു മാരി എ പേഴ്സൺ. ഇന്ന് ഈ യുവ കുടുംബങ്ങൾ ഒക്കെ ഒരുമിച്ച് ജീവിച്ചായിട്ട് ഇനി പിരിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കൗൺസിലിംഗിൽ വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം: കല്യാണത്തിന് മുൻപ് എത്ര നാളത്തെ പരിചയം? 5 വർഷത്തെ പരിചയം. ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി? 5 മാസമായി. ഇപ്പോൾ എന്താ തീരുമാനിച്ചത്? ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് പറ്റുന്നില്ല. എന്ത് കണ്ടുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചത്? പുരുഷൻ പറയുന്നത് അവിടെ ആ ചിരി, നല്ല രസമുള്ള ചിരി, അതാണ് എന്നെ അവളെ ആകർഷിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചു. ഇപ്പോൾ എന്നാ പ്രശ്നം? അവൾ ആരെ കണ്ടാലും പല്ല് കാണിക്കും. മനസ്സിലായോ? You did not have the right reason to marry a person. അത് അധികം നാള് നിലനിൽക്കുകയില്ല. സ്ത്രീകളെ സംബന്ധിച്ചും കോളേജിൽ പഠിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു പുരുഷത്വമുള്ള എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയത്. എന്നിട്ട് ഇന്ന് എന്താ സംഭവിച്ചത്? ഇന്ന് അദ്ദേഹത്തിന് ഭയങ്കര ഈഗോ, ഒരു കാര്യവും സമ്മതിച്ചു തരത്തില്ല. പുരുഷത്വം ഇങ്ങനെ മേളിൽ നിൽക്കുന്ന ഒരാള്, അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ഹാവിങ് ദ റൈറ്റ് റീസൺ ടു മാരി എ പേഴ്സൺ. അതോട് ചേർന്ന് തന്നെ മൂന്നാമത് ഒരു സംഗതി, ഒരു പക്ഷെങ്കിൽ ദൈവം നിങ്ങളെ നയിക്കുന്ന ആളിന് റൈറ്റ് റീസൺ ഉണ്ടായിരിക്കാം, റൈറ്റ് വ്യൂ ഓഫ് മാരേജ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോഴും am I the right person? Am I becoming the right person? ഇന്ന് പലപ്പോഴും മറ്റേ ആളിനെ നന്നാക്കി എടുക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ഒരു ഭർത്താവ് വളരെ ക്ഷമയുള്ള ആളാണെങ്കിൽ, സൗമ്യതയുള്ള ആളാണെങ്കിൽ, ഒന്നും പറയാത്ത ആളാണെങ്കിൽ ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളാം, ആരോടും ചോദിക്കാനുമില്ല പറയാനുമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന അനേക പെൺകുട്ടികൾ. ഒരു പെൺകുട്ടി ശാന്തമായ സ്വഭാവമുള്ള, സൗമ്യതയുള്ള, അധികം അലങ്കോലത്തോടെ സംസാരിക്കാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ വിചാരിക്കും ഞാൻ ഉണ്ടാക്കുന്ന സമ്പാദ്യം അതിന്റെ കണക്കൊന്നും അവളെ പറയേണ്ട ആവശ്യമില്ല. തമ്മിൽ പൊരുത്തപ്പെട്ട് മനസ്സിലാക്കാതെയും ടേക്കിംഗ് ഫോർ ഗ്രാന്റഡ് ദി അതർ പേഴ്സൺ, അങ്ങനെയുള്ള ഒരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ജീവിതം തകർച്ചയിലേക്ക് നയിക്കപ്പെടുന്നു.
3 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. 1, മനോഭാവങ്ങൾ നേരെയാക്കുക. ഈ പ്രായത്തിൽ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ എങ്ങനെയുള്ളതെന്ന് ചിന്തിക്കുക. 3, ഈ പ്രായത്തിൽ എടുക്കുന്ന 2 മേജർ ആയിട്ടുള്ള തീരുമാനം. 1, നിങ്ങളുടെ കരിയർ ആലോചിച്ച് തീരുമാനിക്കുക. 2, നിങ്ങളുടെ ജീവിത പങ്കാളി. ഒരു പക്ഷെങ്കിൽ 14 വയസ്സിൽ നിങ്ങൾ സ്നേഹിച്ച ഒരാളിനെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത്, അത് യാതൊരു കുഴപ്പമില്ല. എന്നാൽ അതിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് 14 വയസ്സ് തൊട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കല്യാണ പ്രായമാവുമ്പോൾ ദൈവം നിങ്ങളെ ആ ഒരു വ്യക്തിയിലേക്ക് നയിക്കും, ആ ഒരു വ്യക്തിയെ നിങ്ങളേലും നയിക്കും. എന്നാൽ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് എല്ലാം ആലോചിച്ച് തീരുമാനിച്ചിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടിയിട്ട് അന്ന് രാവിലെ പാടും, നിന്റെ ഹിതം പോലെ നടത്തണമേ. ഒരു 14 വയസ്സ് പ്രായമാവുമ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ മനസ്സിൽ ലഡ്ഡു പൊട്ടുന്ന കാലം തൊട്ട് ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളുടെ ആവശ്യം വെക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ശരിയായ ഒരു ബന്ധത്തിലേക്ക് നയിക്കും എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഒരു ജീവിത പങ്കാളി എപ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് ദൈവസന്നിധിയിൽ വെക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അങ്ങനെയുള്ള ആളിലേക്ക് നയിക്കും. 3 കാര്യങ്ങൾ പറയുവാനായിട്ട് ശ്രമിച്ചത്. ഈ 3 കാര്യങ്ങൾ അനുസരിച്ച് ഇത് മിക്കവാറും സംഭവിക്കുന്നത് 30 വയസ്സിന് മുൻപുള്ള സംഭവങ്ങളാണ്. ഇത് ശരിയായില്ല എങ്കിൽ നിങ്ങൾ എത്ര വയസ്സ് ജീവിച്ചാലും ആ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിൽ അത് മോശമായാലും നന്മയായാലും അനുഭവിച്ച് തീരെ മതിയാകും. അതുകൊണ്ട് ഈ വഴി എടുക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ ട്രാൻസ് അലാസ്ക ഹൈവേ, you are going to be on this route for next 200 miles of your journey. ഇനിയുമുള്ള ആയുസിന്റെ നിങ്ങളുടെ എല്ലാവിധ അനുഭവങ്ങളും ഇതോട് ചേർന്നായിരിക്കും എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ശലോമോന് നേടിയെടുത്തത് നഷ്ടപ്പെട്ടതുപോലെ അല്ല, പിന്നെയോ എന്നെ ജ്ഞാനിയായി സൃഷ്ടിച്ച ദൈവം, എന്നെ നിസ്തുല്യനായി സൃഷ്ടിച്ച ദൈവം, എന്നെ സ്നേഹിച്ച ദൈവം, ആ ദൈവത്തിന്റെ വഴിയിൽ നടന്നുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്പരാൻ സഹായിക്കട്ടെ. അതിനുവേണ്ടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഇത്രത്തോളം സഹായിച്ചു. ഒരു പ്രാവശ്യം പോലും ചുമയുടെ പ്രയാസം വരാതെ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും ഞാൻ ഇരുന്ന് തൊണ്ട കുത്തിയുള്ള ഒരു ചുമയായിരുന്നു. എങ്ങനെയത് നിർവഹിക്കും എന്നുള്ള മനസ്സിൽ വളരെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എന്നാൽ ദൈവം അത് വരുത്താതെ വന്ന് ഇന്നും ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അഭിമന്യു തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. ഞങ്ങൾ താമസിച്ച വീട് ഞങ്ങൾക്ക് ആതിഥേയം നൽകിയ അങ്കിളിനോടും ആ ഭവനത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ജിജു മാത്യു ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അത്യന്തമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ശനിയാഴ്ച കഴിഞ്ഞ കർത്താവേ, യുവജന സഖ്യ സമ്മേളനമായി ഈ പന്തലുകൾ കൂടിയൊരു കിട്ടിയ അവസരത്തിനായി ആദ്യമായി സ്തോത്രം ചെയ്യാം. ആരാധന, പഠനം, സാക്ഷ്യം, സേവനം എന്നീ ചതുർമുഖ പരിപാടിയിൽ ആരംഭിച്ചായ മഹത്തമായ യുവജന സഖ്യം എന്ന് 80 വർഷം പിന്നിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ യുവതി യുവാക്കളും ദൈവത്തെ ആത്മാർത്ഥമായി ശോധന ചെയ്ത് ഈ ലോകത്തിൽ എങ്ങനെയായിത്തീരുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹമായ ഈ 7 ദിവസം ഈ കൺവെൻഷനിലൂടെ വ്യാപരിച്ച ദൈവകൃപയെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഈ മദ്രാസ് നേതൃത്വം നൽകുന്ന അഭിനന്ദ ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ് തിരുമേനിയെ തിരുസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. തന്റെ മകളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്രാസന യുവജന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളെ തിരുസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവർക്ക് ദൈവരാജ്യത്തിന് മുന്നിൽ കൊണ്ട് ജീവിക്കുവാൻ ഈ ഭദ്രാസന യുവജന സഖ്യത്തെ എടുത്തു വിനിയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതായ തക്കതായ ദൂതനെ സ്തോത്രം ചെയ്യാം. വീരാകൊച്ചുവിലൂടെ കർത്താവ് നമ്മളോട് ഓരോ യുവതി യുവാക്കളോടും പറഞ്ഞതായത് യുവതി യുവാക്കൾ ആധുനികമായ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഓരോ യുവതി യുവാക്കളുമായി തീരണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി ശോധനയോട് പ്രാർത്ഥിക്കാം. വീണ്ടും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഈ മാരാമൺ കൺവെൻഷനൊക്കെ ഇനി വരാൻ പോകുന്ന മാരാമൺ കൺവെൻഷനൊക്കെ തിരുസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മർത്തമായ യുവജന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തിരുസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കേന്ദ്ര പ്രവർത്തനങ്ങൾക്ക് തിരുസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഓരോ യുവതി യുവാക്കളെയും എടുത്ത് വിനിയോഗിക്കണമെന്ന്
സൗഹൃദം ഞങ്ങൾക്കായി ജീവിച്ച യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സജിൻ ബേബി അച്ഛൻ നന്ദി അറിയിക്കും. അഭിമന്യ സ്റ്റെഫാനോസ് തിരുമേനി മുഖ്യ സന്ദേശം നൽകിയ ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപശമ്മ, വേദിയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, സഖ്യം സ്നേഹിതരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, 61ാമത് ചുങ്കത്തറ കൺവെൻഷന്റെ ശനിയാഴ്ച വൈകിട്ടുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള യോഗത്തിൽ യുവജന സഖ്യത്തിന്റെ യോഗമായി ക്രമീകരിച്ച് നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതിൽ ദൈവത്തിന്റെ സ്തുതി സ്തോത്രങ്ങളാണ്. ഭദ്രാസന യുവജന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അഭിമന്യ തിരുമേനി നൽകുന്ന നേതൃത്വവും കൈത്താങ്ങലുകൾ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം. യുവജന സഖ്യത്തിന്റെ ഏത് കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാലും ഏറ്റവും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഇപ്രകാരം ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്ന അഭിമന്യ തിരുമേനി, ഇന്നും ഈ മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ ഈ മീറ്റിങ്ങിന് വേണ്ടി ഒക്കെ നേതൃത്വം നൽകുവാൻ പോകണം ഒരാളെ കണ്ടെത്തുന്നതിൽ തിരുമേനിയുടെ പങ്ക് വളരെ വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഭദ്രാസന യുവജന സഖ്യം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും കൈത്താങ്ങലുകളും നൽകി ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച അഭിമന്യ ഗ്രിഗോറിയോസ് സ്റ്റെഫാനോസ് തിരുമേനിക്ക് കുന്നംകുളം മലബാർ ഭദ്രാസന യുവജന സഖ്യത്തിന്റെ നാമധേയത്തിലും കൺവെൻഷന്റെ മീറ്റിംഗിന്റെ നാമധേയത്തിലുമുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. കലോചിതമായ ഏറ്റവും അർത്ഥവത്തായ ഒരു സന്ദേശം നമുക്ക് നൽകും. പ്രായോഗികതയുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മോട് സംസാരിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട റീന ജോൺകുച്ചൻ, യുവത്വത്തോട് എപ്രകാരം സംസാരിക്കണം, യുവത്വത്തോട് എപ്രകാരം ഇടപെടണം എന്നത് തന്റെ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട്, കൗൺസിലിംഗ് രംഗത്തെ തന്റെ പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും ലളിതമായ ഭാഷയിൽ, ഏറ്റവും മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചു. ഒരുപക്ഷെ ഏറ്റവും അധികം നന്നായിട്ട് സംസാരിച്ചു, ഏറ്റവും നന്നായിട്ട് നമ്മോട് ഇടപെട്ടു എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി. കൊച്ചമ്മയിൽ നിന്ന് ലഭ്യമായ നല്ല വാക്കുകൾക്കും കൊച്ചമ്മ പറഞ്ഞു തന്ന മുന്നോട്ടുള്ള ഭാവിക്ക് അനുയോജ്യമായ നല്ല ഗൈഡൻസിനുമൊക്കെ അർത്ഥമായ യുവജന സഖ്യത്തിന്റെ കുന്നംകുളം മലബാർ ഭദ്രാസനത്തിലെ യുവതി യുവാക്കൾ കടപ്പെട്ടവരായിരിക്കും. പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കും. ഭദ്രാസന യുവജന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല കൈത്താങ്ങൽ നൽകുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ആശിഷ് തോമസ് അച്ഛൻ. കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രിയപ്പെട്ട അച്ഛൻ ഭദ്രാസന യുവജന സഖ്യത്തിന്റെ വൈസ് പ്രസിഡന്റായി ശുശ്രൂഷ ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ ക്രമീകരണങ്ങളിലും അച്ഛൻ്റെ ഏറ്റവും വലിയ പങ്കാളിത്തമുണ്ട്. അച്ഛനോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. ഭദ്രാസന യുവജന സഖ്യത്തിന്റെ പ്രവർത്തകരായ ഭദ്രാസന സെക്രട്ടറി സാം വർഗീസ്, ഭദ്രാസന ട്രഷറർ നിഖിൽ, ഭദ്രാസന ലേഡീസ് സെക്രട്ടറി ആയിരിക്കുന്ന അനൂപി അലക്സ്, ഇവരുടെയൊക്കെ പങ്കാളിത്തവും കൈത്താങ്ങലും നല്ല നേതൃത്വവും ഈ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അധികം ഉണർവും ആവേശവും നൽകുന്നു. ഈ പ്രിയപ്പെട്ടവരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട ഷാജി എം തോമസ് അച്ഛൻ, അതുപോലെ തന്നെ കേന്ദ്ര യുവജന സഖ്യത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം പങ്കാളിത്തം വഹിച്ചൊരു വ്യക്തിത്വമാണ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്ന അഡ്വക്കേറ്റ് പ്രകാശ് വി തോമസ്. അതുപോലെ ഈ കൺവെൻഷന്റെ ചുമതലക്കാർ, പ്രിയപ്പെട്ട വൈദികർ, എല്ലാവരുടെയും സാന്നിധ്യം ഏറ്റവും അധികം അനുഗ്രഹീതമായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. ഖയർ നല്ല പാട്ടുപാടി ഈ യോഗത്തെ അനുഗ്രഹീതമാക്കി ഖയറിനോടുള്ള നന്ദി അറിയിക്കും. വിവിധ ശാഖകളിൽ വന്നു ചേർന്ന പ്രിയപ്പെട്ട യുവജന സഖ്യം സ്നേഹിതർ, നമുക്കറിയാം ഇന്ന് ചിലയിടങ്ങളിലൊക്കെ ക്ലാസ്സുകളുണ്ട്, ചിലർക്ക് എക്സാം ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും കുറെയെങ്കിലും യുവജന സഖ്യം പ്രവർത്തകർ ഇതിൽ വന്ന് പങ്കെടുത്തു. മാതാപിതാക്കൾ വന്നു, കുഞ്ഞുങ്ങൾ വന്നു. ഈ യോഗം ഏറ്റവും ധന്യമായി ഇതിൽ ഇത്രയും നേരം പ്രാർത്ഥനയോടുകൂടി പങ്കെടുത്തു. എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള മീറ്റിങ്ങുകളിലും ദൈവകൃപ വ്യാപരിക്കുവാൻ എപ്പോഴും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. Announcements. Shri T.B. Kurin.
അറിയിപ്പ് പ്രസ്താവിച്ചുകൊള്ളട്ടെ. 2014 കൺവെൻഷൻ്റെ രാത്രി യോഗങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. 6 മണിക്ക് ഗാന ശുശ്രൂഷയോടെ ആരംഭിക്കുന്ന യോഗത്തിൽ അഭിനന്ദ തിരുമേനിയാണ് തിരുവചനം പ്രഘോഷിക്കുന്നത്. പ്രാർത്ഥനയോടെ പങ്കെടുക്കുമല്ലോ. നാളെ രാവിലെ ചുങ്കത്തറശാലയും പള്ളിയിൽ നടക്കുന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷ 7:30 ആരംഭിക്കും. അഭിനന്ദ ജോസഫ് മാർ ബർന്നബാസ് തിരുമേനിയും അഭിനന്ദ ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ് തിരുമേനിയും നേതൃത്വം നൽകും. നാളെ 10:15 സമാപന സമ്മേളനം ആരംഭിക്കും. അഭിനന്ദ തിരുമേനി സമാപന സന്ദേശം നൽകും. നാളെ ഉച്ചഭക്ഷണത്തിനുള്ള കൂപ്പൺ കൺവെൻഷൻ സ്റ്റാളിൽ ലഭിക്കും. മുൻകൂട്ടി കൂപ്പൺ വാങ്ങുന്നവർക്ക് മാത്രമേ ഭക്ഷണപ്പൊതി ലഭിക്കുകയുള്ളൂ. പാഠപുസ്തകവും പുതിയ ഗാനങ്ങളുടെ CD-യും വാങ്ങി പാട്ടുകൾ പഠിക്കുന്നതിനും സ്നേഹിതർക്ക് സമ്മാനിക്കുന്നതിനും താല്പര്യപ്പെടുന്നുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽക്കാം. ഭദ്രാസന ട്രഷറർ ശ്രീ നിഖിൽ കെ സണ്ണി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പ്രാർത്ഥിക്കാം. സർവശക്തിയുടെ ഉറവിടമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭദ്രാസന കൺവെൻഷനായി ഞങ്ങൾക്ക് കൂടി വരുവാൻ വയ്ക്കാൻ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഉച്ച കഴിഞ്ഞ സമയത്ത് യുവൻസഖ്യമായി കൂടി വരുവാൻ വയ്ക്കാൻ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നല്ല പാത തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഇടയാക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, എൻ്റെ മകനോട് കൂടി ഇരിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തന്ന പ്രിയനെ കൊച്ചമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇവിടെ കടന്നു വന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് സലോമന്റെ നാമത്തിൽ കൃപയോട് കേൾക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും കാവലും നമ്മളോട് കൂടെ ഇരുന്ന് സന്ധ്യാസമയത്തെ യോഗത്തെ ഏറ്റവും ധന്യമാക്കി തീർക്കുമാറാകട്ടെ.
ആരംഭിക്കാനായിട്ട് പോവുകയാണ്. പന്തൽ വഴിയിൽ നിൽക്കുന്ന അടുത്തൊരു പഴയ പാട്ടാണ്. 22ാമത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. നമുക്ക് ഒരുമിച്ച് പാടുവാനായിട്ട് ശ്രമിക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അന്തരങ്ങൾ കാണുന്ന ദൈവം.
ക്രിസ്തുവിനിൽ വന്നിടുന്നത്. എത്ര സ്തുതിച്ചാലും തീരാത്ത വിധം അനുഗ്രഹിച്ച ദൈവത്തെ ഓർത്തുകൊണ്ട് അവനെ വാഴ്ത്തുന്നതായ ഒരു ഗാനമാണ്. നമുക്ക് ഒരുമിച്ച് ഈ ഗാനം പാടുവാനായിട്ട് ശ്രമിക്കാം. പുതിയ പാട്ടാണ്, പല പ്രാവശ്യം നമ്മൾ പാടിയതാണല്ലോ. ഈ പാടുന്നത് പാടുമ്പോൾ അത് പഠിക്കുവാനായിട്ട് സാധിക്കും. പുതിയ പാടുകളൊക്കെ ആ പാട്ട് പുസ്തകം CD ലഭ്യമാണ്. വാങ്ങി പാടുമ്പോൾ പഠിക്കാൻ സാധിക്കും. ും
നിങ്ങൾ പാട്ടുകൾ പാടുവാൻ ശ്രമിക്കണം. ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവമാണല്ലോ. പുതിയ പാട്ടുകൾ പാടിക്കാൻ അവസരമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കാം. നാം എല്ലാം നന്നായി പാടിയണം. പ്രാർത്ഥനയെ കൊണ്ടാടി സ്തുതിക്കാൻ പാടാണ്. സർവസ്തുതിയും ആരാധനയും സർവ്വ സ്തുതിക്കുന്നു നടത്തുന്നു. സർവ്വ
49-ാമത്തെ പാട്ട് നമുക്ക് പാടാം. ഗുരുവായ നാൾ മുതലിന്നയോളം തന്നെ ഉള്ളം കയ്യിൽ കരുതിയ കർത്തൻ സ്തോത്രം. ഇതുവരെ പരിപാലിച്ച ദൈവത്തിന് നന്ദി കയറ്റിക്കൊണ്ട് പാടുന്നതായ പാട്ടാണ്. ഇനിയുള്ള കാലം ശിഷ്ടമുള്ള കാലവും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് പാട്ടുകാരൻ പാടുന്ന പാട്ട് നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് പാടുവാനായിട്ട് ശ്രമിക്കണം. എല്ലാ പുതിയ പാട്ടാണെങ്കിലും നിങ്ങളുടെ പാടുമ്പോൾ മാത്രമേ പാട്ട് പഠിക്കാനായിട്ട് സാധ്യമാകുള്ളൂ. നിങ്ങൾ പാട്ട് പാടി പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷങ്ങൾ നിരക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ബഹുമാനപ്പെട്ട ചാക്കോ തോമസ് അച്ഛൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പ്രാർത്ഥിക്കാം. അഖിലാണ്ടത്തിൻ്റെ ഇടയനും ഞങ്ങളുടെ പരിപാലകനുമായിരിക്കുന്ന സ്വർഗീയ പിതാവേ, നിന്റെ മക്കളാകുന്ന ഞങ്ങളെ നിന്റെ മുമ്പാകെ അടുത്തു വരുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 61 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ പിതാക്കന്മാരെ ഇവിടെ ആരംഭിച്ചതാണ് ഈ കൺവെൻഷനെ അഭങ്കര ഇതുവരെയും നടത്തിക്കൊണ്ടു പോകാനായിട്ട് ലഭിച്ചതായി ദൈവപ്രഭുക്കായിട്ട് സ്തോത്രം കരേറ്റുന്നു. ആരംഭകാലത്തുണ്ടായിരുന്ന പലരും കാല യവനയ്ക്കുള്ളിൽ കടന്നുപോയി. ഓരോ തലമുറയിലും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് തലമുറകൾ കൈമാറി ഇതുവരെയും ലഭിച്ചതാണെല്ലാ ദൈവപ്രഭുക്കായിട്ട് സ്തോത്രം കരേറ്റുന്നു. കർത്താവ്, ഈ കൺവെൻഷൻ്റെയും അവസാന രാത്രിയിലേക്കുകളെ കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം കരേറ്റുന്നു. ഈ കൺവെൻഷന് നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസനെ നിന്റെ കാര്യങ്ങളിലെ എടുത്ത് ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം കരേറ്റുന്നു. ഈ മലബാറിൻ്റെ പ്രദേശങ്ങളിലെ ഓടി നടന്ന്